നമ്മൾ കുടുംബമായി ജീവിക്കുകയാണ്. കുടുംബം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിലുമ്മയും ബാപ്പയും മക്കളും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിന് തണലായി നിൽക്കാൻ, താങ്ങായി നിൽക്കാൻ, സമാധാനത്തിൻ്റെ ആളായി നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്ന ഒരു ചെറിയ പരിശോധന മാത്രമാണ് സത്യത്തിൽ ഞാൻ ഇന്ന് എൻ്റെ ചെറിയ സംസാരം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തന്നിരിക്കുന്ന വിഷയം തണൽ നഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ എന്നാണ്. തണൽ നഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ എന്നാണ്. കുടുംബം എന്ന് നമ്മളുടെ മനസ്സിലേക്ക് പറയുമ്പോൾ വിവാഹം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട് അല്ലേ? ഇതുപോലെ സ്റ്റേജിലും സദസ്സിലും ഇരുന്ന് ഞാനും നിങ്ങളും നിക്കാഹിന്റെ ഖുതുബ കേൾക്കാറുണ്ട്, പറയാറുണ്ട്. അവിടെ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് ബാറക്കല്ലാഹു ലക്കുമ, അല്ലെങ്കിൽ ബാറക്കല്ലാഹു ലക് വബാറക അലൈക് വജമഅ ബൈനകുമ ഫീ ഖൈർ. നിങ്ങൾ എത്രയോ നിക്കാഹിന്റെ ഖുതുബകളിൽ പങ്കെടുത്തവരാണ് നമ്മളൊക്കെ. നമ്മുടെയൊക്കെ നിക്കാഹുകൾ കഴിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവരാണ് നമ്മൾ. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവേ, ഇതാ ഇന്ന് ഇവിടെ വിവാഹം കഴിച്ചിരിക്കുന്ന ഇബ്രാഹിമിന്, ഫാത്തിമക്ക്, ആരുമാകട്ടെ, ഇവർക്ക് രണ്ടുപേർക്കും നിന്റെ അനുഗ്രഹം കൊടുക്കണേ അല്ലാ. അവരുടെ മേൽ നീ അനുഗ്രഹം ചൊരിയണേ അല്ലാ. അവരെ നീ നിന്റെ അനുഗ്രഹത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ നിക്കാഹ് നടക്കുന്നതിന്റെ തൊട്ടു നിമിഷം വരെ അവിടെ പേക്കൂത്തുകളാണ് നടക്കുന്നത്, അവിടെ തോന്നിവാസങ്ങളാണ് നടക്കുന്നത്. നിക്കാഹിന് വരുന്ന കാർമ്മികത്വം വഹിക്കുന്ന ഉസ്താദോ മൗലവിയോ ഖാദിയോ വരുമ്പോ ഒന്ന് മൗനം പാലിച്ച് 10-20 മിനിറ്റ് നിശബ്ദരായിരുന്ന് ആ നിക്കാഹിന്റെ ചടങ്ങിൽ പങ്കെടുത്ത് ഖത്തീബ് പോയാൽ, അതിന് നേതൃത്വം കൊടുത്ത ആള് പോയാൽ, കമ്മിറ്റി ഭാരവാഹികൾ പോയാൽ, അതേ സ്റ്റേജിൽ പിന്നെ നടക്കുന്നത് തോന്നിവാസങ്ങളാണ്, പടച്ചവൻ ഇഷ്ടപ്പെടാത്ത പേക്കൂത്തുകളാണ്, മ്യൂസിക് അരങ്ങ് തകർക്കുന്ന ഗാനമേളകളാണ്. ഈ പ്രാർത്ഥിച്ചതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ, നീ അനുഗ്രഹം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, നീ അനുഗ്രഹത്തിൽ ഇവരെ ഒരുമിപ്പിക്കണേ അല്ലാ. എങ്ങനെ സ്വീകരിക്കാനാണ് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ആ പ്രാർത്ഥന? എങ്ങനെ സ്വീകരിക്കും? നമ്മൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ, സമയം കുറെ വേണം അത് പറയാൻ. പിന്നെ എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിന് അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുക, മിന്നത്ത് ലഭിക്കുക, നിഅ്മത്ത് ലഭിക്കുക, അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുക? കാരുണ്യവാനായ റബ്ബിന്റെ, കരുണാനിധിയായ റബ്ബിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ പ്രിയപ്പെട്ടവരെ പെയ്തിറങ്ങാൻ എങ്ങനെ നമ്മൾക്ക് അവസരമുണ്ടാകും? പടച്ചവന്റെ അവന്റെ ഇഷ്ടത്തിനും അവന്റെ പ്രീതിക്കും വശംബദരായി മാറാനുള്ള പ്രാർത്ഥനകളും സാഹചര്യങ്ങളും ഒരുക്കുന്ന വേദി പോലും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതാണ് നടക്കുന്നത്, റബ്ബിന് ഇഷ്ടപ്പെടാത്തതാണ് നടക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ നിന്ന് ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ, എന്റെ ജനവിഭാഗത്തിൽ നിന്ന്, എന്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകൾ വരും, ചില ജനവിഭാഗങ്ങൾ വരും. യസ്തഹില്ലൂനൽ ഹിറ വൽ ഹംറ വൽ ഹരീറ വൽ മആസിഫ. അന്ന് ആ മനുഷ്യരുടെ പ്രത്യേകത എന്തെന്നറിയുമോ? വ്യഭിചാരം അതൊരു പ്രശ്നമല്ല എന്ന് പറയുന്നവരായിരിക്കും അവർ. 2, കള്ള് അതൊന്നൊരു പ്രശ്നമേ അല്ല ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നവരായിരിക്കും അവർ. പോരാ, പട്ടുവസ്ത്രം, സിൽക്ക് വസ്ത്രം ആണിന് അണിഞ്ഞാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവരായിരിക്കും അവർ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾ അത് ഹലാലാണ് എന്ന് വാദിക്കുന്നവരായിരിക്കും അവർ. 4 കാര്യങ്ങളെ എണ്ണിയത് ഏതിന്റെ കൂട്ടത്തിലാ? വ്യഭിചാരത്തിന്റെ കൂട്ടത്തിൽ, കള്ളിന്റെയും ലഹരിയുടെയും കൂട്ടത്തിൽ, പുരുഷന് സിൽക്ക് വസ്ത്രം പാടില്ല എന്ന് പറഞ്ഞ ഹറാമിന്റെ കൂട്ടത്തിൽ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. അവിടെയാണ് പ്രവാചകൻ എണ്ണിയത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് മ്യൂസിക്കുകൾ ഉണ്ടാക്കുന്ന യന്ത്രവൽകൃതമായ എന്തുമാകട്ടെ, അതല്ലാത്ത അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളാകട്ടെ, അതുപയോഗിച്ചുകൊണ്ടുള്ള മ്യൂസിക് നിങ്ങൾക്ക് പാടില്ല. ഇത് കല്യാണത്തിന്റെ വേദിയിൽ നിക്കാഹിന് തൊട്ട് മുമ്പും നിക്കാഹ് കഴിഞ്ഞാലും ഈ ഗാനമേളകൾ അരങ്ങ് തകർക്കുമ്പോ വിശ്വാസികളെ പ്രാർത്ഥിച്ചതിന്റെ അർത്ഥം എന്താണ്? റബ്ബേ, ഈ അനുഗ്രഹം കൊടുക്കണേ അല്ലാ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? മനസ്സിലാകുന്നില്ല. ധൂർത്തുകളും പൊങ്ങച്ചവും ഗർവും എല്ലാം അരങ്ങ് തകർക്കുകയാണ് കല്യാണത്തിന്റെ വേദിയിൽ. എത്ര പെട്ടെന്നാണ് കൊറോണയുടെ കാലം കടന്നുപോയത്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും മൂക്കും നമ്മുടെ വായും മൂടിക്കെട്ടിയവരാണ്. നമ്മളെന്നല്ല, ലോകത്തിലെ മുഴുവൻ മനുഷ്യരും മാസ്ക് ഇട്ട് നടന്ന സമയമാണത്.
സ്വന്തം വാപ്പ മരിച്ചിട്ട് പോലും ആ വാപ്പക്ക് 6 മക്കളുണ്ട്, 20 പേരക്കുട്ടികളുണ്ട്, നിസ്കരിക്കാൻ അനുവദിക്കണേ എന്ന് പേപ്പറിൽ എഴുതി കൊടുത്തിട്ടും നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന 5 പേർക്ക് വരാം ഖബറിന്റെ അടുത്തേക്ക്, 3 പേർക്ക് വരാം എന്ന് പറഞ്ഞ് ആളുകളുടെ എണ്ണം ലിമിറ്റ് ചെയ്ത് വാപ്പയുടെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോ ഇങ്ങനെ ലിമിറ്റ് ചെയ്ത് എണ്ണം തിട്ടപ്പെടുത്തി പ്രിയപ്പെട്ടവരെ പ്രത്യേകമായ വസ്ത്രം ധരിച്ച് ഖബറിന്റെ മുന്നിലേക്ക് പോയത് മുസ്ലിം ഉമ്മത്തെ നമ്മൾ മറന്നുപോയോ? എന്നിട്ട് ആ കൊറോണ പോയി, അപ്പോഴേക്കും തുടങ്ങി ദൂർത്ത്. പെണ്ണ് കാണാൻ പോകുന്നത് വരെ കുടുംബം തണലാകുമ്പോൾ എന്ന് പറയുമ്പോ ഞാനൊരു തുടക്കമാണ് ഈ പറയുന്നത്. പെണ്ണ് കാണാൻ പോകുന്നത് വരെ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത വിധത്തില, പിന്നെ എങ്ങനെയാണ് തണലായി മാറുക? പെണ്ണ് കാണാൻ പോകുന്നത് വരെ ഞാനാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ, ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ എനിക്ക് കാണണമെന്നതാണ് ഇസ്ലാം പറഞ്ഞത്. അവൾക്കെന്നെയും എനിക്കവളെയും കാണണം. കാണാതെ പോകാൻ, പിന്നെ അതിന് പോകാൻ മടിച്ചു നിന്ന സഹാബിയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പോ, അൻസാരി സ്ത്രീകളുടെ കണ്ണിന് പ്രത്യേകതയുണ്ട്, ചെന്ന് നോക്ക്. എന്നിട്ട് കല്യാണത്തിന് ശേഷം പിന്നെ അതും ഇതും പറയാൻ പാടില്ല, പോയി കാണണമെന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ എങ്ങനെയാണ് കാണാൻ പോകുന്നത്? പെണ്ണ് കാണാൻ ഉദ്ദേശിക്കുന്നവൻ മാത്രമല്ല, ഇടതും വലതുമായി അവന്റെ കൂട്ടുകാരന്മാർ എല്ലാവരും കൂടിക്കെട്ടുകയാണോ? ആണോ? ഓൻ ചോദിക്കുന്നു, നിനക്കിഷ്ടമായോ? ആരാ കല്യാണം കഴിക്കുന്നത്? കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുക, നിനക്കിഷ്ടായോ? എന്തേ ജമാഅത്തായിട്ട് കെട്ടുകയാണോ അവളെ? ആണോ? എന്തൊരു കല്യാണ കാണലാണിത്! അതുപോലും റബ്ബിന് ഇഷ്ടമില്ലാത്തതാണ്. ശരി, നീ അവനിഷ്ടമായി, പെങ്ങക്ക് കാണാം, ഉമ്മക്ക് കാണാം, വാപ്പക്ക് കാണാം, അതിനൊന്നും ഇസ്ലാം എതിർക്കുന്നില്ല. പക്ഷേ എളാപ്പയുടെ മോക്ക് കാണണം, മൂത്താപ്പാന്റെ മോക്ക് കാണണം, അമ്മാവന്റെ മക്കൾക്ക് കാണണം, കുടുംബത്തിൽ എല്ലാവർക്കും കാണണം. ഒലൊക്കെ അഭിപ്രായം പറയണം. ഗുഡ്സിൽ മിഠായി കൊണ്ടുവരണം. ഓരോരുത്തരുടെ കയ്യിൽ താജ്മഹലിന്റെ ആകൃതിയിൽ മിഠായി ഉണ്ടാവണം, കുത്തബ് മിനാറിന്റെ ആകൃതിയിൽ മിഠായി ഉണ്ടാകണം, ബുർജ് ഖലീഫിന്റെ ആകൃതിയിൽ മിഠായി ഉണ്ടാവണം. അറിയപ്പെട്ട ബേക്കറിയിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്യണം. 10,000-ങ്ങളും ലക്ഷങ്ങളും അതിന് പൊട്ടിച്ചു തീർക്കണം. അല്ലേ? കൊറോണ മറന്നുപോയോ? ദൂർത്ത് 20 ആളുകൾ മതി കല്യാണത്തിന് എന്ന് പറഞ്ഞത് മുസ്ലിം ഉമ്മത്തെ നമ്മൾ മറന്നോ? കേരളക്കരയിൽ ഒരു കല്യാണ സദസ്സ് നടന്നപ്പോ ആ കല്യാണ സദസ്സിൽ 3000 ആളുകൾക്ക് ഇരിക്കാനുള്ള ഭക്ഷണ പന്തൽ, AC പന്തൽ. ആയിക്കോട്ടെ, അവർക്ക് സാമ്പത്തികമുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ, കുഴപ്പമില്ല. പക്ഷേ ബിരിയാണി കമഴ്ത്തി വെച്ചതിനുള്ളിൽ ഒരു ബൈക്കിന്റെ ചാവി ഒളിപ്പിച്ചു ആ വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരന്റെ വാപ്പ. എന്നിട്ട് മൈക്കിൽ ഒരു അനൗൺസ് ചെയ്തു, എല്ലാവരും ഇരുന്നു, ആരും ഭക്ഷണം കഴിക്കരുത്, ഇവിടുന്ന് പറയാം. എന്നിട്ടോ, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ബിരിയാണിയിൽ ഒരു ചാവിയുണ്ട്, അത് കിട്ടുന്നവർക്ക് ഒരു ബൈക്ക് ഫ്രീ ഉണ്ട്. ജ്വല്ലറിയിലും ടെക്സ്റ്റൈൽസിലും ഒക്കെ കൊടുക്കുന്നത് പോലെ. എല്ലാവരും മാന്തി നോക്കി, ചാവി കാണുന്നില്ല. അടുത്ത സീറ്റിൽ, ആളെത്താത്ത സീറ്റിലേക്ക് ചെറുപ്പക്കാർ ഓടി ബിരിയാണി മാന്തി നിലത്തേക്ക് തള്ളിയിട്ടു. അല്ലേ? കല്യാണ സദസ് അലങ്കോലമാക്കി. ആരാണ് ഇതിന് അവസരമുണ്ടാക്കിയത്? റബ്ബിന്റെ കോടതിയിൽ എന്തു മറുപടി പറയും? ഒരു നേരത്തെ വയറിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിശപ്പകറ്റാൻ കൈനീട്ടുന്ന മനുഷ്യലോകം ഈ നാട്ടിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. ആളുകൾ കൊണ്ടുപോയി വേസ്റ്റ് തള്ളുന്ന ബോക്സിൽ രാത്രി സമയത്ത് തോട്ടിയുമായി ചെന്ന് ഡേറ്റ് കഴിഞ്ഞ ബ്രെഡിന്റെ പാക്കറ്റും ബന്നിന്റെ പാക്കറ്റും ഭക്ഷണ പദാർത്ഥങ്ങളുടെ പാക്കറ്റും ഹോട്ടലിൽ നിന്ന് വേസ്റ്റ് തള്ളിയതുമൊക്കെ പൊറുക്കിയെടുത്ത് അതിന്റെ നല്ല ഭാഗം മുറിച്ചെടുത്ത് ബാക്കി ഭാഗം പുഴുക്കളരിക്കുന്നത് ഉണക്കിയെടുത്ത് കാലിത്തീറ്റയാക്കുകയും നല്ല ഭാഗം ഭക്ഷണമാക്കുകയും ചെയ്യുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. അവിടെയാണ് ഈ ദൂർത്തും പൊങ്ങച്ചവും നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലേ? റബ്ബിന്റെ ബറക്കത്ത് എങ്ങനെ ലഭിക്കും? നിഅ്മത്ത് എങ്ങനെ ലഭിക്കും? മിന്നത്ത് എന്ന് ഗൗരവപൂർവ്വം നമ്മൾ ഓർക്കണം. ഞാനിത് പറയുന്നത് ഒരു തമാശയുടെ രൂപത്തിലല്ല, ഗൗരവത്തോടുകൂടി നിങ്ങൾ ഈ വിഷയത്തെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ബോധപൂർവം ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. സർവശക്തനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോരാ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നമുക്കൊക്കെ പെൺകുട്ടികളും ആൺകുട്ടികളുമുണ്ട്. ആൺകുട്ടികൾ മാത്രമുള്ളവരുണ്ടാവാം, അത് റബ്ബിന്റെ പരീക്ഷണമാണ്. പെൺകുട്ടികൾ മാത്രമുള്ളവരുണ്ടാകാം, റബ്ബിന്റെ പരീക്ഷണമാണ്.
ചിലപ്പോൾ കുട്ടികളെ ലഭിക്കാത്തവരുണ്ടാകാം. റബ്ബിന്റെ പരീക്ഷണമാണ്. ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. ശരി, നമ്മൾ മനസ്സിലാക്കുക, റബ്ബിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ നമ്മുടെ മോളെ ആര് കല്യാണം കഴിക്കണം? നമ്മുടെ മോൻ ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇദാ ഖതബ ഇലൈക്കും, നിങ്ങളിലേക്ക് ഒരു വിവാഹാന്വേഷണം വരികയാണ്, മൻ തർലൗന ദീനഹു വഖുലുഖഹു, നല്ല സ്വഭാവമുള്ള നല്ല ദീനുള്ള ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകളെ കല്യാണം അന്വേഷിച്ചു വന്നു. നിങ്ങൾ നല്ല തറവാട്ട് പേരുകെട്ട ആളുകളാണ്. വന്നവൻ നല്ല സ്വഭാവമുള്ളവനാണ്, നല്ല വിദ്യാസമ്പന്നനാണ്, നല്ല മര്യാദയുള്ളവനാണ്, നല്ല ദീനീബോധമുള്ളവനാണ് എങ്കിൽ ഫസവ്വിജൂഹു, അവന് നിങ്ങളുടെ മകളെ കെട്ടിച്ചു കൊടുക്കൂ, കല്യാണം കഴിപ്പിച്ചു കൊടുക്കൂ. ഇല്ലാ തഫ്അലു തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ അരീഉൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ, എന്തിന്? ഭൂമിയിൽ അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ്, അതിന്റെ പേരിൽ ഒരു ഫിത്ന ഉണ്ടാവാതിരിക്കാനാണ്, വ്യക്തമായ ഫസാദും കുഴപ്പവും ഉണ്ടാവാതിരിക്കാനാണ്. നിങ്ങളുടെ മോളെ ഒരു കല്യാണാന്വേഷണം വന്നത് നല്ല ദീനീ ബോധമുള്ള ഒരു ചെറുപ്പക്കാരനാണ്, നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനാണ് എങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലേ, ചിലപ്പോ സാമ്പത്തികമായി നമ്മൾ അത്ര ഉയർന്ന ആളായിരിക്കണമെന്നില്ല. പിന്നെ നിങ്ങൾ വിചാരിച്ച വലിയ ഹൈറ്റ്, കുറെ സ്വപ്നങ്ങൾ ഉണ്ടാവാം, എല്ലാം ഒത്തുകൊള്ളണമെന്നില്ല. പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ടു, അവനും ഇഷ്ടപ്പെട്ടു, നല്ല ദീനുള്ള ചെറുപ്പക്കാരനാണ്, നല്ല ദീനുള്ള പെൺകുട്ടിയാണ്, നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണ്, നല്ല സ്വഭാവവും മര്യാദയുമുള്ള ആൺകുട്ടിയാണ് എങ്കിൽ ഫസവ്വിജൂഹു, നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഒരു കല്യാണത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി നമ്മൾ ചെയ്യണമെന്നതാണ് ഞാൻ ഈ പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തുൻകഹുൽ മർഅതു ലിഅർബ, 4 കാര്യങ്ങൾക്ക് വേണ്ടി ലോകത്ത് ഒരു പെണ്ണിനെ വിവാഹം ചെയ്തു കൊടുക്കാറുണ്ട്, കല്യാണം നടക്കാറുണ്ട്. അങ്ങനെ ചെയ്യണമെന്നതല്ല, അങ്ങനെയാണ് നടക്കാറുള്ളത്. ലിമാലിഹ, ഒന്ന് പെണ്ണിന്റെ സമ്പത്ത് പരിഗണിച്ചുകൊണ്ടാണ് കല്യാണം, മറ്റൊന്ന് വലി ജമാലിഹ, സമ്പത്ത് പ്രശ്നമല്ല, ദീന് പ്രശ്നമല്ല, കുടുംബം പ്രശ്നമല്ല, സൗന്ദര്യം മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള വിവാഹങ്ങൾ നടക്കും. മറ്റൊന്ന് കുടുംബം മഹിമ പരിഗണിച്ചുകൊണ്ടാണ്. വേറെ ചിലർ പരിഗണിക്കുന്നത് വലി ദീനിഹ, മതബോധമാണ്, 5 നേരം നിസ്കരിക്കുന്ന ഒരു മോളാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്, നല്ല വാപ്പയാണ്, നല്ല ഉമ്മയാണ്, നല്ല സ്വഭാവമുള്ള കുടുംബമാണ്, നല്ല ദീനീബോധമുള്ള കുടുംബമാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട റബ്ബിന്റെ വഹ്ദാനിയത്ത് തൗഹീദ് ഉൾക്കൊണ്ട ഒരു കുടുംബമാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് പാതിരാത്രിയിൽ അല്ല, രാത്രിയുടെ അവസാന ഭാഗത്ത് തഹജ്ജുദൊക്കെ നമസ്കരിക്കുന്ന ഫാമിലിയാണ്. അതുകൊണ്ട് എനിക്ക് ആ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കണം. കൂലിപ്പണിയെടുത്ത് ആ പെണ്ണിനെ പോറ്റേണ്ടി വന്നാലും, നിന്റെ കയ്യിൽ മണ്ണ് പുരളേണ്ടി വന്നാലും, ചെളിയിൽ നീ ഇറങ്ങേണ്ടി വന്നാലും, നിനക്ക് നല്ലത് ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിക്കലാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മൾ എന്തു പരിഗണിച്ചു? നമ്മുടെ കല്യാണത്തിന് നമ്മൾ എന്തു പരിഗണിച്ചു? നമ്മുടെ കുട്ടിയുടെ കല്യാണത്തിന് നമ്മൾ എന്തു പരിഗണന കൊടുത്തു? ഏതിന് മുൻതൂക്കം കൊടുത്തു? അല്ലേ, ദീനൊക്കെ കുറച്ച് കുറവാ. ഞങ്ങൾ മുമ്പേ ഗൾഫിലായിരുന്നു, അതുകൊണ്ട് മദ്രസ ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നല്ല സമ്പത്തുണ്ട്, ദീനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, അതൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കോളാം. പക്ഷെ വിചാരിച്ചത്ര സാമ്പത്തിക ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലോ പതുക്കെ പല കാരണങ്ങളും പറഞ്ഞു ഒഴിവാകും. അല്ലേ, നമ്മൾ എന്തിന് പരിഗണന കൊടുത്തു? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളെ പഠിപ്പിച്ചത് ദീനിന് പരിഗണന കൊടുക്കൂ, തെരഞ്ഞെടുക്കൂ. അള്ളാഹുവിന്റെ ദീനുള്ള കുടുംബത്തെ, അങ്ങനെയുള്ള കുട്ടിയെ തെരഞ്ഞെടുക്കൂ. തരിബത്ത് യദാക, നിന്റെ കൈ മണ്ണിൽ വെക്കേണ്ടി വന്നാലും, കൂലിപ്പണിയെടുക്കേണ്ടി വന്നാലും, കഷ്ടപ്പെട്ട് പോറ്റേണ്ടി വന്നാലും, അതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ നമ്മൾ പരിഗണിച്ചോ? നമ്മൾ അതിന് മുൻതൂക്കം കൊടുത്തോ? പല കുടുംബത്തിന്റെയും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്.
ഇന്ന് പ്രേമവും ഇഷ്ടവും പ്രേമ ചാപല്യങ്ങളും ഇവിടെ കുറെ പെൺകുട്ടികൾ ഇരിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയാ, ഉമ്മാന്റെ ഇഷ്ടമില്ലാതെ വാപ്പാന്റെ ഇഷ്ടമില്ലാതെ വാപ്പ ജീവിച്ചിരിക്കെ വാപ്പ വലിയാവാതെ വാപ്പ നിങ്ങളുടെ കല്യാണം നടത്തി തരില്ല എന്ന് പറഞ്ഞ് വാപ്പ മാറി നിൽക്കാൻ സ്വന്തം മകൾ ഒരു അപകടത്തിൽ ചെന്ന് പെടട്ടെ എന്ന് ബുദ്ധിയുള്ള ഒരു വാപ്പയും ചിന്തിക്കുകയില്ല. എന്റെ മകൾ ഒരു നഷ്ടത്തിൽ ചെന്ന് വീഴട്ടെ എന്ന് ഒരു വാപ്പയും ആലോചിക്കില്ല. മാറി നിന്ന് തിരിഞ്ഞു നിന്ന് ആ മകൾക്ക് വേണ്ടി മകന് വേണ്ടി കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീരൊലിച്ചിറങ്ങി തന്റെ തുണിയുടെ അഗ്രഭാഗം കൊണ്ടും കർച്ചീഫ് കൊണ്ടും ആരും കാണാതെ കണ്ണു തുടച്ച മെഴുകുതിരി പോലെ കത്തിത്തീരുന്ന ഉരുകിത്തീരുന്ന നിങ്ങളുടെ വാപ്പ ആ മോളെ ഒരു കെണിയിൽ കൊണ്ടുപോയി ഇടാൻ ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ട് മോളെ, നീ ഇഷ്ടപ്പെട്ട ചെങ്ങാതി കഞ്ചാവിന്റെ ആളാ, മയക്കുമരുന്നിന്റെ ആളാ, പള്ളിയിൽ വരാത്തവനാ, ദീനുമായി ബന്ധമില്ലാത്തവനാ, പ്രേമത്തിന്റെ ചാബല്യത്തിന്റെ ഇഷ്ടത്തിന്റെ വലിയ വൃത്തത്തിൽ ചെന്ന് വീണ് കെണിയിൽ ചെന്ന് വീണ് നിൽക്കുന്ന മകളുടെ രണ്ട് ചെവികളും അടഞ്ഞു കിടക്കുകയാണ്. കേറുകയില്ല ഉമ്മ പറഞ്ഞാൽ, കേറുകയില്ല വാപ്പ പറഞ്ഞാൽ, നിങ്ങൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്കൊരു കല്യാണമുണ്ടെങ്കിൽ അത് ഇവനുമായിട്ടേ നടക്കൂ, ഇല്ലെങ്കിൽ എനിക്ക് കല്യാണമേ വേണ്ട എന്ന് നിന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയുടെ മുന്നിൽ നീ ശപഥം ചെയ്യുമ്പോ, നിന്നെ കഷ്ടപ്പെട്ടു വളർത്തിയ വാപ്പക്ക് മുന്നിൽ നീ ശപഥം ചെയ്യുമ്പോ, നാളെ അവന്റെ കൈയും പിടിച്ചു പോയി ഒരു കൂരയിൽ നീ താമസമാക്കുമ്പോ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ ആകാശത്തിന്റെ മേലാപ്പിൽ നിന്ന് കാരുണ്യത്തിന്റെയും റബ്ബിന്റെ ഇഷ്ടത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു മറുമഴ നിന്നിലേക്ക് പെയ്തിറങ്ങുമെന്ന് നീ ഒരിക്കലും സ്വപ്നം കാണേണ്ടതില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമംറഅത്തിൻ, ഏതൊരു സ്ത്രീയാണോ ഏതൊരു പെണ്ണാണോ, നകഹത്, അവൾ നിക്കാഹ് കഴിഞ്ഞു, ബിഗൈരി ഇദ്നി വലിയിഹാ, വലിയിന്റെ അനുവാദമില്ലാതെയാണ്, വാപ്പാന്റെ പെർമിഷൻ ഇല്ലാതെയാണ്, വാപ്പ കൈപിടിച്ചു കൊടുക്കാതെയാണ് ഒരു പെൺകുട്ടി രജിസ്റ്റർ വിവാഹം കഴിച്ചിറങ്ങാനാ തീരുമാനിച്ചത്, ചാടിപ്പോകാനാ തീരുമാനിച്ചത്, അവന്റെ കൂടെ പോയി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനാ തീരുമാനിച്ചത്. എന്നാൽ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കാം, രാജ്യത്തിന്റെ നിയമപ്രകാരം നിങ്ങൾ ഭാര്യ ഭർത്താവിനെ പോലെ ജീവിക്കാം. പക്ഷെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ല, നിങ്ങൾ വ്യഭിചാരത്തിന്റെ മായാലോകത്ത് ജീവിക്കുന്നവരാണ്. പിന്നെ എങ്ങനെ കിട്ടാനാണ് ലോകരക്ഷിതാവായ റബ്ബിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ? എങ്ങനെ ലഭിക്കാനാ കുടുംബത്തിലേക്ക് റബ്ബിന്റെ ഭാഗത്തുനിന്ന് തണൽ എങ്ങനെ ലഭിക്കാനാ? ചിന്തിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഗൗരവപൂർവം പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ നടക്കുന്ന നിക്കാഹ് ഫനിക്കാഹുഹാ ബാത്തിൽ, ഫനിക്കാഹുഹാ ബാത്തിൽ, ഫനിക്കാഹുഹാ ബാത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടി സഹാബത്തിന്റെ മുമ്പിൽ 3 തവണ പറഞ്ഞു, ആ നിക്കാഹ് ബാത്തിലാണ്, ആ നിക്കാഹ് ബാത്തിലാണ്. സ്വന്തം ഉപ്പാന്റെ തൃപ്തി, സ്വന്തം ഉമ്മാന്റെ ഇഷ്ടം, ഉമ്മയുണ്ട് വാപ്പയുണ്ട്, അവര് ജീവിച്ചിരിക്കെ 18 വർഷക്കാലം പോറ്റി വളർത്തിയ വാപ്പയെ അവഗണിച്ച് കോടതിയുടെ മുറ്റത്ത് ചെന്നു നിന്ന് കോടതി എനിക്ക് അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് വീമ്പ് വർത്തമാനം പോറ്റി വളർത്തിയ വാപ്പയുടെ മുഖത്ത് നോക്കി പറയുന്ന പുതിയ തലമുറയിലെ മക്കൾ ഗൗരവപൂർവ്വം ഓർക്കണം. കഷ്ടപ്പെട്ട് നിന്നെ വളർത്തി അതിന് മുന്നേ വേദനയ്ക്കുമേൽ വേദന സഹിച്ച് പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ച് 9 മാസക്കാലം ഗർഭം ചുമന്ന് നിന്നെ വളർത്തിയ നിന്റെ ഉമ്മ കണ്ണീര് കുടിപ്പിച്ച് നീ ഒരുത്തന്റെ കൈ പിടിച്ചിറങ്ങുമ്പോ പടച്ചവന്റെ ഭാഗത്തുനിന്ന് കരുണയുടെ കടാക്ഷം നിന്റെ മേൽ ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, റിളർ റബ്ബ് ഫീ റിളൽ വാലിദ്, അതേ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത്. വസഖതുർ റബ്ബ്, അള്ളാഹുവിന്റെ കോപമെന്നത് ഫീ സഖത്തിൽ വാലിദ്, മാതാപിതാക്കളുടെ കോപത്തിലാണ്. മാതാപിതാക്കൾ നിങ്ങളെ കോപിച്ചാൽ, നിങ്ങളോട് കോപിച്ചാൽ, നിങ്ങളെ വെറുത്താൽ, നിങ്ങളെ ശപിച്ചാൽ, ലോകരക്ഷിതാവായ റബ്ബിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ശാപവും കോപവുമാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു തആലയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. ഇത്ര പ്രാധാന്യമാണ് മാതാപിതാക്കൾക്ക് നൽകിയത്. ഖുർആൻ പറഞ്ഞില്ലേ, വഖല റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ. നോക്കൂ, അല്ലാഹുവിനെ ആരാധിക്കണേ എന്ന് പറഞ്ഞിട്ട് ഉടനെ അല്ലാഹു പറയുന്ന വാക്ക് വഖല റബ്ബുക, നിന്റെ റബ്ബ് അനുശ്വാസിച്ചിട്ടുണ്ട്.
റബ്ബ് നിയമമാക്കി വെച്ചിട്ടുണ്ട്. എന്ത്? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അവനെയല്ലാതെ നീ ആരാധിക്കരുത് കേട്ടോ. അള്ളാഹുവിനെ അല്ലാതെ നീ ഒരിക്കലും ആരാധിച്ചു പോകരുത്. ഇവിടെ വന്ന മുഅ്മിനീങ്ങളെ, ശിർക്ക് ജീവിതത്തിന്റെ ഒരു വശത്തും വന്നു പോകരുത്. ഉറുമ്പരിച്ച് കയറുന്നത് പോലെ ജീവിതത്തിലേക്ക് ശിർക്ക് വരും. രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ നമ്മുടെ വീട്ടിൽ ഒരാൾ കിടക്കുമ്പോ പലരും ചെവിയിൽ മന്ത്രിക്കും, ഡോക്ടറെ അടുത്ത് പോയിട്ട് കാര്യമില്ല, ഇതിന് പറ്റിയൊരു സ്ഥലമുണ്ട്, അവിടെ മേലാറ്റൂരിലുണ്ട്, പെരിന്തൽമണ്ണയിലുണ്ട്, മണ്ണാർക്കാട്ടിലുണ്ട്, പാലക്കാടുണ്ട്, ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയുമ്പോ ആരാണത്? ഡോക്ടറല്ല. പിന്നെ പടച്ചവൻ നിങ്ങൾ ചെയ്തു പോകരുത് എന്ന് പറഞ്ഞ് ശിർക്കിന്റെ ചില വഴികളാണ്, ചില ഏലസുകൾ കെട്ടലാണ്, ചില തകിടുകൾ കുടിച്ചിടലാണ്, ചില നൂലുകൾ മന്ത്രിച്ചൂതി കെട്ടലാണ്. അപ്പോ നമ്മുടെ മനസ്സിങ്ങനെ പറയും, എത്രയോ ഹോസ്പിറ്റലിൽ പോയി നോക്കിയിട്ടുണ്ട്, ശരിയായിട്ടില്ല. ഇവര് പറയുന്നതിന് വലിയ ചെലവൊന്നുമില്ലല്ലോ, 500 രൂപയുടെ ചെലവേ ഉള്ളൂ. ഒന്നൊരു ഓട്ടോ വിളിച്ച് അവിടെ വരെ പോവണം, ഒന്ന് പരീക്ഷിച്ചു നോക്കാം. നിന്റെ ഇതുവരെ ചെയ്ത അമലുകൾ മുഴുവനും, ഇതുവരെ ചെയ്തു തീർത്തിട്ടുള്ള എത്രയോ വലിയ ദിക്റുകൾ, പ്രാർത്ഥനകൾ, സ്വലാത്തുകൾ സർവ്വതും അതാ അതിന്റെ കാരണം കൊണ്ട് മാത്രം ബാത്തിലായി പോകുന്നു. അതുകൊണ്ട് ഗൗരവമായി മനസ്സിലാക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹ് ഉമ്മാക്കും വാപ്പാക്കും ഒക്കെ വലിയ സ്ഥാനം കൊടുത്തപ്പോഴും അല്ലാഹ് എന്തു പറഞ്ഞു എന്നറിയോ? വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമ. എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹ് പറഞ്ഞത്. ഉമ്മാനെയും ബാപ്പാനെയും ഒക്കെ അനുസരിക്കണമെന്ന് പറയുമ്പോ മക്കളെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. എങ്ങനെ? വഇൻ ജാഹദാക, അവർ രണ്ടുപേരും നിന്നെ നിർബന്ധിക്കുകയാണ്. എന്തിന്? അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമ, നിനക്കറിവില്ലാത്ത വിഷയത്തിൽ എന്നിൽ പങ്കു ചേർക്കാൻ, ശിർക്ക് വെക്കാനാണ് നിന്റെ വാപ്പയും ഉമ്മയും നിന്നെ നിർബന്ധിക്കുന്നതെങ്കിൽ ഫലാ തുതിഅഹുമാ, അവർ രണ്ടുപേരെയും നീ അനുസരിച്ചു പോകരുത്. വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിൽ അവരോട് നല്ല രൂപത്തിൽ രണ്ടുപേരോടും നിങ്ങൾ പെരുമാറണം. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, മുസ്ലിം അല്ലെങ്കിൽ പോലും. ബാപ്പ മുസ്ലിം അല്ല, ബാപ്പ മുഹമ്മദ് എന്ന് പേരിട്ട ആളാ, നിസ്കരിക്കലില്ല, വീട്ടൊന്നുമില്ല, പള്ളിയൊന്നുമില്ല, അപ്പൊ അവന് മുസ്ലിം അല്ല, സത്യനിഷേധിയാണ്. എന്നാൽ അങ്ങനെയല്ല, സാധാരണ ഒരു ക്രൈസ്തവന്റെയോ ഹിന്ദുവിന്റെയോ മക്കളായി ജനിച്ചതാ, ഓല് മുസ്ലിം ആയിട്ടില്ല, മക്കളായിട്ടുണ്ട്. ബാപ്പ മുസ്ലിമേ അല്ല, ഉമ്മ മുസ്ലിമത്തെ അല്ല. എന്നാൽ പോലും ദുനിയാവിന്റെ കാര്യത്തിൽ ഫിദ്ദുനിയ മഅറൂഫ, നല്ല രൂപത്തിൽ അവരോട് പെരുമാറണം. വേറെ ഹിന്ദുവായ മോനുണ്ട്, ക്രൈസ്തവനായ മോനുണ്ട്, അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ കൊണ്ടുപോയിക്കോ, റബ്ബിന്റെ അടുത്ത് നമുക്ക് കൂലി കിട്ടും. അവർക്ക് വേണ്ട മരുന്നിനുള്ള കാശ് കൊടുക്ക്, അവരോട് നല്ല രൂപത്തിൽ പെരുമാറ്, മാന്യമായി സംരക്ഷിക്ക്, നമ്മുടെ വീട്ടിലിടം കൊടുക്ക്. അങ്ങനെ നിങ്ങൾ ദുനിയാവിന്റെ കാര്യത്തിൽ അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. ആരാ പറയുന്നത്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ 15-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞു. പക്ഷേ ആ മാതാപിതാക്കളെ ബാക്കി മുഴുവൻ വിഷയത്തിലും, അള്ളാഹുവിനെതിരാവാത്ത ഏതു വിഷയത്തിലും പ്രിയപ്പെട്ടവരെ അനുസരിക്കണം. ഒരു സഹാബി നബിയോട് പറയാ, നബിയെ, എന്റെ വാപ്പാക്ക് ഞാൻ കണ്ട പെണ്ണിനെ ഇഷ്ടമാകുന്നില്ല, നല്ലൊരു കുട്ടിയാണ്, ഒരു പ്രശ്നമല്ല, പക്ഷെ എന്റെ വാപ്പ വേണ്ട എന്ന് പറയാണ്. കല്യാണം കഴിച്ചിട്ടുണ്ട്, നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഒഴിവാക്കി കൊടുത്തേക്ക് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, അതിന്റെ പശ്ചാത്തലങ്ങൾ വേറെ ഉണ്ടാകും, കാരണങ്ങൾ ഉണ്ടാകും. ഞാൻ പറയുന്നത് അത്രത്തോളം ഉമ്മയെയും ബാപ്പയെയും അനുസരിക്കാനും അംഗീകരിക്കാനും തയ്യാറാവണമെന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ, അല്ലേ? വഖല റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലഹുമാ. അവരിൽ ഒരാള് വാർദ്ധക്യത്തിലെത്തി, ചിലപ്പോൾ വാപ്പ നല്ല പ്രായം ഉണ്ടാവും, ഉമ്മാക്ക് കുറച്ച് പ്രായ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ടുപേരും വാർദ്ധക്യത്തിലെത്തി. അതുകൊണ്ട് ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവരോട് ഛേ എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞു പോകരുത്. വാപ്പാനോട് ഛേ എന്നൊരു വാക്ക് പറയരുത്. ഉമ്മാനോട് തലയിൽ ചൊറിഞ്ഞിട്ട് ഛേ കഷ്ടായി പോയി എന്ന് ഉമ്മാനോട് പറയരുത് എന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ വാക്ക്, അടിയോടിക്കല്ലേ അവരെ, അകറ്റി നിർത്തല്ലേ അവരെ, ചെയ്യുന്ന വാക്ക് പറയല്ലേ അവരോട്,
പിന്നെയോ മാന്യമായ വാക്കു പറയൂ. അള്ളാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. പോരാ, ഇന്ന് മക്കളൊക്കെ ഇങ്ങനെ, എന്താ വാപ്പാക്ക് വേറെ മക്കളില്ലേ, ഉമ്മാക്ക് എന്താ വേറെ മക്കളില്ലേ, എന്തേ നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കണോ എന്ന് ചോദിച്ചു പോകുന്നവരെ, എന്റെ വാപ്പയും ഉമ്മയും വയസ്സായി നിൽക്കുമ്പോ എനിക്ക് കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് കൊതിക്കണം. എന്റെ വീട്ടിൽ തന്നെ ഉമ്മ നിൽക്കുമെങ്കിൽ, എന്റെ വീട്ടിൽ തന്നെ വാപ്പ നിൽക്കുമെങ്കിൽ എന്റെ മനസ്സ് നിറയുകയാണ്, എനിക്ക് സ്വർഗം കിട്ടാൻ ഒരു കാരണമായി മാറുകയാണ്. ആ ഉമ്മ തുപ്പുന്നത്, ആ വാപ്പ മൂത്രിച്ചു പോയത്, ആ വാപ്പ കാട്ടിച്ചു പോയത്, പ്രിയപ്പെട്ടവരെ അറപ്പോടുകൂടി കാണല്ലേ. ആ ഉമ്മയുടെ മടിത്തട്ടിൽ നീ മൂത്രമൊഴിച്ചിട്ടുണ്ടായിരുന്നു നിന്റെ കുട്ടിക്കാലത്ത്. ആ വാപ്പയുടെ കയ്യിൽ നീ ഛർദിച്ചിരുന്നു. ആ വാപ്പ നിന്നെ കുളിപ്പിച്ചിരുന്നു, ആ ഉമ്മ നിന്നെ കുളിപ്പിച്ചിരുന്നു. ഒരുങ്ങി പുറപ്പെടുമ്പോ ആ ഡ്രസ്സിലൂടെ നീ മൂത്രമൊഴിച്ചിരുന്നു. പോരാ, ചിലപ്പോ കാഷ്ടിച്ചു പോയിരുന്നു. അറപ്പ് തോന്നിയിട്ടില്ല ഉമ്മക്ക് നിന്നോട്, വെറുപ്പ് തോന്നിയിട്ടില്ല വാപ്പക്ക് നിന്നോട്. ഒരു സദസ്സിന്റെ മുമ്പിൽ വെച്ച് അവർ ഡ്രസ് മലീമസമാക്കിയപ്പോ ഇല്ല, ഈ പൊന്നുമോനെ ചേർത്ത് പിടിക്കുകയല്ലാതെ ആട്ടി അകറ്റിയിട്ടില്ല ഒരു ഉമ്മയും ഒരു വാപ്പയും. അതുകൊണ്ട് വാപ്പയെ തട്ടിക്കളിക്കല്ലേ, ഉമ്മയെ തട്ടിക്കളിക്കല്ലേ. എന്തേ 4 മക്കളില്ലേ, എന്നിട്ട് എന്താ ഇവിടെ തന്നെ എന്ന് നിങ്ങളുടെ ഭാര്യ ചോദിക്കുമ്പോ മിണ്ടരുത് എന്ന് പറയാൻ നട്ടെല്ലുണ്ടാവണമാണിന്. എന്റെ വാപ്പയെ ആട്ടിയകറ്റാൻ, എന്റെ ഉമ്മയെ പടിയിറക്കാൻ നിനക്കധികാരമില്ല. നിന്റെ ഉമ്മയെ പടിയിറക്കുമോ നീ? നിന്റെ വാപ്പയെ പടിയിറക്കുമോ നീ? ഇല്ല. ഏത് ചുക്കിച്ചുളിഞ്ഞ വാപ്പയാണെങ്കിലും, കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത വാപ്പയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട വാപ്പയാണ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. അഭിമാനത്തോടെ സദസ്സിന്റെ മുമ്പിൽ കൊണ്ടുപോയിരുത്തി ഇതെന്റെ വാപ്പയാണെന്ന് പരിചയപ്പെടുത്താൻ നാണമുണ്ടാവരുത്, അഭിമാനമാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ വാപ്പയെ ഉമ്മയെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. കേരളത്തിലെ വൃദ്ധസദനങ്ങളിൽ മുസ്ലിങ്ങൾ വളരെ 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 അപൂർവമാണ്. എന്താ കാരണം? ഇസ്ലാം അങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിനോട്, മാതാപിതാക്കളോടുള്ള കടമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ പ്രായമായി മാറിയാൽ, യുദ്ധത്തിന് വന്ന സഹാബിയോട് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ആരാ വീട്ടിലുള്ളത്? നല്ല പ്രായമുള്ള ഉമ്മയും ബാപ്പയും ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അവരെന്തു പറഞ്ഞു? അവർ കരയുകയാണ് ഞാൻ വരുമ്പോ. പ്രവാചകൻ പറഞ്ഞു, മടങ്ങൂ, അവരിലേക്ക് മടങ്ങൂ, അവർ രണ്ടുപേരെയും പോയി അവർക്ക് വേണ്ട ഒത്താശ ചെയ്യ് എന്ന് മടക്കി അയക്കുകയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ല്ലേ? എന്നിട്ട് എന്തൊക്കെ വാർത്തകളാ യൂട്യൂബിൽ കണ്ടു. ഒരു മനുഷ്യൻ പ്രവാസ ലോകത്ത് 35 കൊല്ലം പണിയെടുത്തിട്ട് അയാൾ നിർത്തി. 64 വയസ്സായി. ഇനി ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോ 5 മക്കളുള്ള വാപ്പ നമ്മെ വിളിച്ചിട്ട് പറയാണ്, പള്ളിയുടെ ഒരു കോർണറിൽ എനിക്കൊരു പുതപ്പ് വിരിക്കാൻ സ്ഥലം വേണം. നല്ല വീട് എനിക്കുണ്ട്, നിങ്ങൾക്കറിയാലോ എൻ്റെ വീട്, നല്ല വീട് എനിക്കുണ്ട്. പക്ഷെ ഞാൻ ആ വീട്ടിൽ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ 34 വർഷത്തോളം, ഏകദേശം 30 വർഷത്തിലധികം പ്രവാസ ലോകത്ത് കഴിഞ്ഞ ഒരാളാ. എല്ലാ മാസവും ഞാൻ വലിയൊരു സംഖ്യ എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി അയച്ചു കൊടുത്തവനാ. ഇപ്പൊ പ്രായമായി, 64ഓളം വയസ്സായി. ഇനി ഞാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചപ്പോ എൻ്റെ മക്കൾ എന്നോട് തട്ടിക്കയറുകയാണ്. എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുന്നു, അപ്പം കരിഞ്ഞത് കൊടുത്തപ്പോ ഞാൻ പറഞ്ഞു, കരിഞ്ഞ അപ്പമാണോ നീ തന്നത് എന്ന് ചോദിച്ചപ്പോ, നിങ്ങളെങ്ങാനും കൊണ്ടുവരുന്നുണ്ടോ ഇവിടെ എന്നാണ് ചോദിച്ചത്. 30ലധികം കൊല്ലം ഓരോ മാസവും എണ്ണി തിട്ടപ്പെടുത്തി അയച്ചു കൊടുത്തത് മറന്നുപോയി എൻ്റെ ഭാര്യ, മക്കള് മറന്നുപോയി. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഉറങ്ങാൻ എനിക്കിഷ്ടമില്ല മൗലവി, പള്ളിയുടെ ഒരു കോർണറിൽ ഒരു പായ വിരിക്കാൻ ഇടം തരണം എന്ന് പറയുന്ന 64 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യന്റെ ചിത്രം ഞാൻ ഓർത്തു പോവുകയാണ്. ഇപ്പൊ യൂട്യൂബിൽ കാണാം, ഒരു മനുഷ്യൻ കാർ പോർച്ചിൽ കിടക്കുന്നു. അയാളോട് ചാനലിന്റെ ആളുകൾ ചോദിച്ചു, എന്താ ഇവിടെ കിടക്കുന്നത്? ഇത് ഞാനുണ്ടാക്കിയ വീടാ, ഞാൻ ഗൾഫിലായിരുന്നു കുറെ കൊല്ലം, എന്നിട്ട് എന്താ നിങ്ങൾ ഈ പോർച്ചിൽ കിടക്കുന്നത്? ഭാര്യയും മക്കളൊക്കെ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക, എന്നാ വരിക എന്നറിയില്ല. പക്ഷെ നിങ്ങൾക്ക് റൂമിൽ കിടന്നൂടെ? ചാവി അവളുടെ കയ്യിലാ, തരുന്നില്ല. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ വരുമ്പോഴേക്ക് വൃത്തിയേടാക്കും, ഞങ്ങൾ വരുമ്പോഴേക്ക് അവിടെ തുപ്പി, ഇവിടെ കേടെടുത്തി, അവിടെ വലിച്ചിട്ട് അയാള് പ്രവാസ ലോകത്ത് പോയി ചോരയെ നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടുണ്ടാക്കിയ വീടിന്റെ മിനുമിനുത്ത ടൈൽസ് അയാൾ ചവിട്ടുമ്പോ, പുറത്തേക്ക് ഇറങ്ങി രണ്ടാമത് കയറുമ്പോ ആ ടൈൽസിൽ ചെളിയായി പോകുമെന്ന് വിചാരിക്കുന്ന കൂടെ കിടന്നവരെ, നിനക്കെന്ത് കിടപ്പാടും ബാധ്യതയുമാണ് ആ മനുഷ്യനോടുള്ളത്? എന്ത് കിടപ്പാടാണ് നിനക്ക് ആ മനുഷ്യനോടുള്ളത്?
അല്ലെ? അയാളിലൂടെ ജനിച്ച മക്കളെ നീ എന്താണ് പഠിപ്പിച്ചു വെച്ചത്? ഇത് ചോദിക്കണം മനുഷ്യലോകം, ഇത് ചോദിക്കണം. ഇതൊന്നും തിരിച്ചറിയാത്ത കുറെ മനുഷ്യരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഗൗരവത്തോടു കൂടി ഇക്കാര്യങ്ങളെ പറയുന്നത്. അള്ളാഹു നമ്മെ ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാനിതിങ്ങനെ കുറെ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞെന്തിനാണെന്നറിയോ? ഒരു കുടുംബം എന്നൊക്കെ പറയുമ്പോൾ കല്യാണം മുതൽ ഇങ്ങനെ തുടങ്ങണം. നല്ല കുടുംബത്തിൽ നിന്ന് നല്ല ഒരു ദീനീബോധമുള്ള ഒരു പെൺകുട്ടിയെ, നല്ല ചെറുപ്പക്കാരനെ, ലഹരിയടിക്കാത്ത, മയക്കുമരുന്നിനടിമയാകാത്ത, MDMA ഉപയോഗിക്കാത്ത, അതേ ഈ പുതിയ ഫാഷൻ ലോകത്തിങ്ങനെ തിരിഞ്ഞു നടക്കുന്ന, ചുണ്ടു ചുവപ്പിച്ച് പുറത്തിറങ്ങുന്ന, ഇതൊക്കെയാണ് പുതിയ ലോകം. അതൊക്കെ നോക്കുന്നത്. ഇതുവരെ പടച്ചോനെ ഓർമ്മയില്ല എന്നുള്ള തെളിവാണ്. തന്റെ മുഖത്തിന്റെ ഭംഗി മറ്റുള്ളവർ ശ്രദ്ധിച്ചു കാണണം. അതിന് ചുണ്ടൊന്ന് ചുവപ്പിക്കണം. തട്ടം നേരെ ഇട്ടാൽ എന്റെ മുടി കാണുകയില്ല. കാതിന്റെ ഇപ്പുറത്തു കൂടി ഷാലിട്ടാല് കാതിലിട്ട ഫാഷൻ കമ്മല് കാണുകയുള്ളൂ, അല്ലേ? എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ ഡ്രസ്സിനനുസരിച്ച ലോക്കറ്റുള്ള ചെയിന് കാണാൻ എന്റെ ഈ നെഞ്ചിടം മറയാൻ പാടില്ല എന്ന് തീരുമാനിച്ച് അങ്കലാവണ്യങ്ങൾ കടികക്കണ്ണുകളുമായി കാത്തു നിൽക്കുന്ന പൂവാലന്മാർക്ക് കൊത്തിവലിക്കാൻ ഇട്ടുകൊടുക്കുന്ന സോദരിമാർ, അവർ നിങ്ങളുടെ ഭാര്യയാവണം. അവരുടെ സൗന്ദര്യം കണ്ടുകൊണ്ട്, അങ്കലാവണ്യങ്ങളെ കൊതിച്ചുകൊണ്ട്, അവരുടെ സൗന്ദര്യങ്ങളെ മോഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഇണയാക്കി മാറ്റുമ്പോ ആകാശിന്റെ മേലാപ്പിൽ നിന്ന് റബ്ബിന്റെ തണൽ നിങ്ങൾക്ക് കിട്ടാതെ പോകും. ഗൗരവത്തോടു കൂടി ചിന്തിക്കുക. കോസ്മെറ്റിക് സാധനങ്ങൾ, പാലക്കാട് ജില്ലയുടെ കണക്ക് മാത്രം ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് നിങ്ങൾ കേട്ടോ. പാലക്കാട് ജില്ലയിൽ ഒരു മാസം ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് സാധനങ്ങൾ എത്ര ലക്ഷങ്ങളാണെന്നൊന്ന് പരിശോധിച്ചോളൂ. മലപ്പുറത്ത് എത്ര, കോഴിക്കോട് എത്ര, വയനാട് എത്ര, ഓരോ ജില്ലയും പരിശോധിച്ചോളൂ. നിങ്ങൾ ഓരോ ജില്ലയും പരിശോധിച്ചോളൂ. ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കാണ് ഒരു മാസത്തിന് മാത്രം പറയാനുള്ളത്. പുട്ടിവാരി തേക്കുകയാണ്, അല്ലേ? കല്യാണത്തിന്റെ സദസ്സിൽ വന്നിരിക്കുക, നിക്കാഹിന്റെ ഖുത്ബ കേൾക്കാൻ വന്നിരിക്കുക, പടച്ചോനോട് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക. ആകെ മുഖത്ത് പുട്ടിവാരി തേച്ച്, ഇവിടെ വരെ കുപ്പായത്തിന്റെ കൈയുള്ളൂ, ബാക്കി പുട്ടി തേച്ച് നല്ല വെളുവെളുത്ത ശരീരമാക്കി കൃത്രിമമായ സൗന്ദര്യമുണ്ടാക്കി ചുണ്ട് ചുവപ്പിച്ച് വന്നിരിക്കുകയാണ്. എപ്പ പുറപ്പെട്ടതാ? വീട്ടിന്ന് സുബൈ കഴിഞ്ഞ് പുറപ്പെട്ടതാ. എപ്പോഴാ ഇനി മടങ്ങിയെത്തുക? രാത്രി 10 മണിക്കാ. ലുഹറുണ്ടോ? ഇല്ല. അസറുണ്ടോ? ഇല്ല. മഗ്രിബുണ്ടോ? ഇല്ല. എന്താ കാരണം? ഒന്നുകൊടുത്ത ഒലിച്ചു പോകും ഈ പുട്ടിയൊക്കെ. അതുകൊണ്ട് നിസ്കാരമെല്ലാം വീട്ടിൽ ചെന്നിട്ട് ഓംലെറ്റ് കച്ചവടം പോലെ കൂട്ടിയടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ഡബിളും ത്രിബിളുമായി അടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിസ്കരിക്കണില്ല. എന്താ കാരണം? ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വിരലിലൊന്നും കയ്യിൽ മൊത്താക്കില്ല. അങ്ങനെ ആവണം എന്നല്ല പറയണത്. ശ്രദ്ധിച്ചിട്ടാ കഴിക്കുക, ചുണ്ടിൽ തട്ടാതെ. എന്താ കാരണം? നല്ലോണം കഴിക്കേണ്ടി വന്ന ചുണ്ട് കറുക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. മുഖത്ത് വെള്ളം തട്ടരുത്, കാരണം ഈ പുട്ടി ഒലിച്ചു പോകും. ഓളെ യഥാർത്ഥ രൂപം കണ്ടാരെങ്കിലും പേടിച്ചു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പുട്ടി വാരി തേച്ച് കൃത്രിമമായ സൗന്ദര്യമുണ്ടാക്കി വന്നിരിക്കുകയാണ്. ഇത് റബ്ബ് ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. കിലുങ്ങുന്ന പാദസരം പോലും ഒരു മുസ്ലിം പെണ്ണിനോട് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത് ആ കിലുക്കം കണ്ട ആളുകൾ അങ്ങോട്ട് ശ്രദ്ധിച്ചു പോകാതിരിക്കാനാ. സുഗന്ധം പുറത്തേക്ക് അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, സുഗന്ധം പുറത്തേക്ക് ഇങ്ങനെ അടിച്ചു വീശുന്ന സുഗന്ധം ഒരു സ്ത്രീ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഏതെങ്കിലും ആളുകൾ അവരെ ശ്രദ്ധിച്ചു പോകാതിരിക്കാനാണ്. എന്നിട്ട് ആകെ പുട്ടിവാരി തേച്ച് നടക്കുകയാണ്. മാരകമായ രോഗത്തെ ചോദിച്ചു വാങ്ങുകയാണ് പുതിയ തലമുറ. ഇതൊക്കെയാണ് നമ്മളെ കല്യാണം. ഇതൊന്നും ഇല്ലെങ്കിൽ ഇന്ന് കല്യാണമില്ല. ഒരു പുതുപെണ്ണിനെ ഒരുക്കി ഇറക്കാൻ ലക്ഷങ്ങൾ കൊടുക്കാൻ ആളുകൾ റെഡിയാണ്. എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ ഉറപ്പിച്ചാൽ തന്നെ ഫോട്ടോ എടുക്കൽ തുടങ്ങി. നിക്കാഹ് കഴിഞ്ഞോ? ഇല്ല, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, പിന്നെ ഉറപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ രണ്ടാളും പോയി ഫോട്ടോ എടുക്കുക. തോടിന്റെ സൈഡിൽ നിന്ന്, പുഴയുടെ തീരത്തുനിന്ന്, വലിയ ഗാർഡനിൽ നിന്ന് ചേർന്നു നിന്ന്, തോളിൽ കൈയിട്ടു നിന്ന്, ആരാണോ നിന്റെ അവൾ നിന്റെ ആരാണ്? അവൻ നിന്റെ ആരാ? ഒരു അന്യപുരുഷനാ. എന്നിട്ട് കല്യാണം പറഞ്ഞു വെച്ചവളാണ് എന്ന് പറഞ്ഞ്, കല്യാണം ഉറപ്പിച്ചവനാണ് എന്ന് പറഞ്ഞ് ചേർന്നു നിന്ന് തോളിൽ കൈയിട്ട് ഫോട്ടോ എടുക്കാൻ ആരാണ് നിന്റെ അവൾ? അല്ലെങ്കിൽ അവൻ നിന്റെ ആരാണ്? ചിന്തിക്കുന്നുണ്ടോ മുസ്ലിം? എന്തിനാ 5-ാം ക്ലാസ് വരെ, 8-ാം ക്ലാസ് വരെ, 10-ാം ക്ലാസ് വരെ പരിശുദ്ധ ഖുർആനും താങ്ങി മദ്രസയുടെ പാഠശാലയിലേക്ക് ഈ മുസ്ലിം ഉമ്മത്ത് പോയതെന്തിനാ? ഗൗരവത്തോടു കൂടി ചോദിക്കണം. എന്തു പഠിക്കാനാ നമ്മൾ പോയത്?
എന്നിട്ട് സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തി. പ്രിയപ്പെട്ടവരെ, പടച്ചവനെ വെല്ലുവിളിക്കുന്ന വിധത്തിലാണ് ഈ മനുഷ്യലോകത്തിന്റെ എല്ലാ മതത്തിൽപ്പെട്ടവരുമുണ്ട്. നമ്മൾ മുസ്ലിങ്ങളോട് പ്രത്യേകം പറയുന്നു, എന്താണ് ഈ ഉമ്മത്തിന്റെ അവസ്ഥ? അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരു സ്ത്രീ, അവളാണ് സത്യത്തിൽ ഈ ദുനിയാവിലെ ഏറ്റവും നല്ല മതാ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. അദ്ദുനിയാ മതാഉൻ, ഈ ദുനിയാവ് തന്നെ വിഭവമാണ്. ഈ ദുനിയാവ് തന്നെ വിഭവമാണ്. വഖൈറു മതാഇ ദുനിയ, ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം അൽ മർഅതു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു സ്ത്രീയാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ അതാ ഉമ്മയും ബാപ്പയും ഒക്കെ ചർച്ച ചെയ്ത് വാപ്പ വലിയായി കൈപിടിച്ച് എന്നെ ഏൽപ്പിക്കുമ്പോൾ എൻ്റെ ഈമാൻ പകുതി പൂർത്തിയാവുകയാണ്. ആ നിക്കാഹിലൂടെ എനിക്കിഷ്ടപ്പെട്ടവനോട് സംസാരിക്കാൻ, എൻ്റെ ഭർത്താവിനോട് സംസാരിക്കാൻ, എൻ്റെ ഭാര്യയോട് സംസാരിക്കാൻ, ഫോണിലൂടെ കണ്ട് സംസാരിക്കാൻ, അല്ലാതെ സംസാരിക്കാൻ എല്ലാറ്റിനും അനുവാദം കിട്ടിയിരിക്കുന്നു. അവർക്ക് യാത്ര പോകാം, അവർക്കൊരുമിച്ചിരിക്കാം. അതെ, ആദ്യത്തെ ദിവസങ്ങളൊന്നും അവരോടൊരു പ്രത്യേക ജോലി തന്നെ പറയരുത് എന്നാണ് അതിനാ പാശ്ചാത്യ ലോകം ഹണിമൂൺ എന്ന് പേരിട്ടിട്ടുള്ളത്. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാണ്. ആ പേര് പാശ്ചാത്യ ലോകം നൽകി എന്ന് മാത്രം. അല്ലാതെ വിവാഹത്തിന് പ്രായമായിട്ടും എനിക്കിപ്പോ വിവാഹം വേണ്ട, വിവാഹത്തിന് പ്രായമായിട്ടും ഞാനിപ്പോ വിവാഹം ഉദ്ദേശിക്കുന്നില്ല എന്നിട്ട് കണ്ണിന്റെ കട്ടുനോട്ടം നടക്കുന്നു. മൊബൈൽ വാതിൽ കുത്തിയിട്ട് ജനൽ കൊളുത്തിട്ട് ആരുമില്ലെന്നുറപ്പ് വരുത്തി തന്റെ മൊബൈലിന്റെ മായാലോകത്തേക്ക് കടന്നു പോകുന്നു. സിസ്റ്റത്തിന്റെ മുമ്പിലിരുന്ന് വൃത്തികെട്ട സൈറ്റുകളിലൂടെ അതേ മോഹയാത്രകൾ നടത്തുന്നു. എന്നിട്ട് പറയുന്നു, എനിക്കിപ്പോ കല്യാണം വേണ്ട എന്ന്. വേണ്ടതെല്ലാം രഹസ്യ ജീവിതത്തിൽ അനർഹമായി ആസ്വദിച്ചിട്ട് എനിക്ക് കല്യാണം വേണ്ട എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുക. റസൂല് പറഞ്ഞു, ഫൽ ഐനാനി, രണ്ട് കണ്ണുകളുണ്ടല്ലോ, സിനഹുമാ, ആ രണ്ട് കണ്ണുകളുടെ വ്യഭിചാരമാണ്. അന്നളർ, നോട്ടം എന്നത്. ഞാനൊരു സ്ത്രീയെ അനർഹമായി നോക്കിയാൽ എന്റെ കണ്ണുകൊണ്ടുള്ള ആ നോട്ടം പോലും വ്യഭിചാരമാണ്. വൽ ഉദിനാനി, രണ്ട് ചെവികളില്ലേ, സിനഹുമാ, ആ രണ്ട് ചെവികളുടെയും വ്യഭിചാരമാണ്. അൽ ഇസ്തിമാ, വേണ്ടാത്തത് കേൾക്കുക എന്നത്. മൊബൈൽ ഇങ്ങനെ ആരൊക്കെയോ രഹസ്യ സംസാരം നടത്തിയത് കേട്ട് ആസ്വദിക്കുന്നവരെ, ഞരമ്പിന്റെ അസുഖമുള്ളവരെ ലോകത്ത് പലരും ഉണ്ടാവാം. പ്രിയപ്പെട്ടവരെ, അവരോടാണ് ഈ പറയുന്നത്. ആരെങ്കിലും ഇത് കേൾക്കുമെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ആ അർത്ഥത്തിൽ രണ്ട് ചെവികൾ ഉപയോഗിച്ച് റബ്ബ് തന്ന അപാരമായ അനുഗ്രഹമാകുന്ന കർണപിടങ്ങൾ ഉപയോഗിച്ച് ആവശ്യമില്ലാത്തത് കേൾക്കുമ്പോ അത് ചെവികൾ കൊണ്ടുള്ള വ്യഭിചാരമാണ്. വല്ലിസാൻ, വൃത്തികെട്ട വർത്തമാനങ്ങൾ ചാറ്റിംഗ് നടത്തുമ്പോ വാപ്പയറിയാതെ ഉമ്മയറിയാതെ പുതപ്പിനുള്ളിൽ നിന്നുകൊണ്ട് ടൈപ്പ് ചെയ്ത് വിടുന്നവർ, രഹസ്യമായി സംസാരിക്കുന്നവർ. വല്ലിസാൻ, നാവ്, സിനാഹു അൽ കലാം, ആ സംസാരമാണ് വ്യഭിചാരം. വൽയജു, നിന്റെ കൈയുണ്ടല്ലോ, സിനാഹ, ആ കൈ കൊണ്ടുള്ള വ്യഭിചാരമാണ്. വൽ ബതുഷ്, അൽ ബതുഷ്, ആ സ്പർശിക്കുക എന്നത്. ബസ്സില്, ട്രെയിനില്, മാർക്കറ്റില്, തിരക്കുള്ള സ്ഥലത്ത് ഒക്കെ ഞാൻ അറിയാതെ തട്ടിപ്പോയതാണ് എന്ന് അവൾ വിചാരിച്ചു. പക്ഷേ എന്റെ മനസ്സിൽ കരുതിക്കൂട്ടി ഒന്ന് തട്ടണമെന്നുണ്ടെങ്കിൽ ആ ബത്ഷ് പോലും, ആ സ്പർശനം പോലും വ്യഭിചാരമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനാണ് പഠിപ്പിക്കുന്നത്. അവന്റെ കാലുണ്ടല്ലോ, സിനാഹ, അതിന്റെ വ്യഭിചാരമാണ്. ഒന്ന് പോകണം, ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം, ഇങ്ങനെ അനർഹമായത് ഉദ്ദേശിച്ചുകൊണ്ട് അൽ ഖുത്ത, അവന്റെ ഓരോ സ്റ്റെപ്പും വ്യഭിചാരമാണ് എന്ന് പ്രവാചകൻ. വൽ ഖൽബു, ഖൽബിന്റെ ഹൃദയത്തിന്റെ വ്യഭിചാരമാണ്. യഹ്വാ വയതമന്ന, ആഗ്രഹിക്കുക എന്നത്, കൊതിക്കുക എന്നത്. അന്യൊരു സ്ത്രീയെ കൊതിക്കുന്നത്, അന്യൊരു പുരുഷൻ ആഗ്രഹിക്കുന്നത്, അത് ചിലപ്പോ സാക്ഷാത്കരിക്കപ്പെടാം, നടന്നു വരാം, നടക്കാതെ പോയേക്കാം. പക്ഷെ മനസ്സുകൊണ്ടുള്ള ആഗ്രഹമുണ്ടല്ലോ, അത് വ്യഭിചാരമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ തണൽ എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പടച്ചോൻ നിർബന്ധമായി ചെയ്യണമെന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യുന്നുണ്ടോ? മാറി നിൽക്കണമെന്ന് പറയുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ? പടച്ചവൻ പറഞ്ഞതുപോലെയാണോ എൻ്റെ കല്യാണം നടന്നിട്ടുള്ളത്? ആണോ ചെറിയ പരലിനെ ചൂണ്ടലിൽ കൊളുത്തി തോട്ടിലേക്ക് എറിഞ്ഞ് വലിയ ബ്രാലിനെ പിടിച്ചതാണോ? ആണോ അങ്ങോട്ടൊരു 5 പവൻ കൊടുത്തിട്ട് 50 പവൻ ഇങ്ങോട്ട് വലിച്ചു വാങ്ങിയതാണോ? 1 പവൻ അങ്ങോട്ട് കൊടുത്തിട്ട് 10 പവനെങ്കിലും ഇങ്ങോട്ട് കിട്ടണമെന്ന് പറഞ്ഞ് പരലിലെറിഞ്ഞ് ബ്രാലിനെയും മുഴുവിനെയും പിടിച്ചതാണോ? ഉദ്ദേശം റബ്ബിനറിയാം, നീയത്ത് റബ്ബിനറിയാം. അപ്പോ എന്റെ നിക്കാഹ് പോലും പടച്ചവൻ ഇഷ്ടമില്ലാത്ത നിക്കാഹായി മാറുമോ?
എന്റെ നിക്കാഹ് പോലും റബ്ബിന് ഇഷ്ടമില്ലാത്ത നിക്കാഹായി മാറുമോ? ചിന്തിക്കണം, ആലോചിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും എന്റെ മനസ്സിനോടും എന്റെ കൽബിനോടും നിങ്ങളുടെ കൽബുകളിലേക്ക് എത്തട്ടെ എന്ന നിലക്ക് ആത്മാർത്ഥമായി പറയുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ചർച്ചയുണ്ടാവണം. നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണം. ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഹൈറ്റും വെയിറ്റും ഉണ്ടാവാം. അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. ചോദിച്ചിട്ടുണ്ടോ? ബിസിനസിനെ കുറിച്ച് ചർച്ച ചെയ്തതുപോലെ, ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ വാപ്പ മക്കളെ വിളിച്ച് ചർച്ച ചെയ്തതുപോലെ, ഒരു പമ്പ് തുടങ്ങുമ്പോൾ ചർച്ച ചെയ്തതുപോലെ, ഒരു ഓഡിറ്റോറിയം തുടങ്ങുമ്പോൾ ചർച്ച ചെയ്തതുപോലെ, ഒരു പ്രവാസ ലോകത്തേക്ക് പോകുമ്പോൾ ചർച്ച ചെയ്തതുപോലെ, 6 അടി മണ്ണ് ചെന്ന് കിടക്കാനുള്ള കബറിടത്തെ കുറിച്ച് എഞ്ചിനീയറായ മകനോട്, ഡോക്ടറായ മോനോട്, എഞ്ചിനീയറായ മകളോട്, ബിരുദാനന്ദ ബിരുദം നേടിയ മക്കളോട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോട് കൂടിയിരുന്ന് ചർച്ച ചെയ്തോ അല്ലേ? ഇന്ന് നമ്മൾ മരിച്ചാൽ നമ്മുടെ മോന്, മൂത്ത മോൻ 20ഉം 25ഉം വയസ്സായിട്ട് നമ്മളെ മുന്നിൽ മയ്യത്ത് ആ മോന്റെ മുന്നിൽ കിടത്തിയിട്ട് മോനോട് പറയാ, ദാ നീ നിന്നോ ഇമാമ് എന്ന് പറയുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നിൽക്കുമ്പോ 1ാമത്തെ തക്ബീർ കഴിഞ്ഞ്, 2ാമത്തെ തക്ബീർ കഴിഞ്ഞ്, ഓരോന്നിലും എന്തു ചൊല്ലണം, 3ാമത്തെ തക്ബീർ കഴിഞ്ഞ് പടച്ചോനെ അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു എന്ന് തുടങ്ങി ചൊല്ലുമ്പോ, പടച്ചോനെ പുറത്തു കൊടുക്കണേ എന്റെ വാപ്പാക്ക്, പടച്ചോനെ പുറത്തു കൊടുക്കണേ എന്റെ വാപ്പാക്ക്, കരുണ കാണിക്കണേ എന്റെ വാപ്പാക്ക്. അർത്ഥസഹിതമാണോ എന്റെ മോൻ, എന്റെ മോൾ ചൊല്ലുന്നത്? നിങ്ങളുടെ മോൻ ഇംഗ്ലീഷിൽ ഫ്ലുവന്റായി സംസാരിക്കാം, ഹിന്ദി സംസാരിക്കാം, തമിഴ് സംസാരിക്കാം, ലോകത്തിലെ 10ഉം 15ഉം ഭാഷ അറിയുന്നവനാകാം. നിങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കാരം അർത്ഥസഹിതം നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ മോന്റെ ഭാഷകളുടെ അറിവ് ആർക്ക് വേണം? പടച്ചവന്റെ കോടതിയിൽ എന്തുപകാരമുണ്ടാകും? അതുകൊണ്ട് മക്കളെ കൂട്ടിയിരുത്തി സംസാരിക്കണം. നടക്കലുണ്ടോ വീട്ടില്? പലതും ചർച്ച ചെയ്യും. ദീന് ചർച്ച ചെയ്യലുണ്ടോ? ഖബറിനെ കുറിച്ച്, വരാനിരിക്കുന്ന പരലോകത്തെ കുറിച്ച്, ഓന്റെ നിസ്കാരത്തെ കുറിച്ച്, അവന്റെ ജമാഅത്തിനെ കുറിച്ച്, മാന്യമായി ജീവിക്കണം എന്നതിനെ കുറിച്ച്, അവന്റെ പാന്റ് ചെരുപ്പിനടിയിലേക്ക് ചെന്നിട്ട് ഓട്ടയായതിനെ കുറിച്ച്, ഇതാണ് മോഡല്, ഇതാണ് ഫാഷന്, കിളിക്കൂട് വെച്ചതുപോലെയുള്ള അവന്റെ മുടിയെ കുറിച്ച് ചർച്ച ചെയ്യലുണ്ടോ? ക്രോപ്പ് ചെയ്തു വരുന്ന മുടിയെ കുറിച്ച് സംസാരിക്കലുണ്ടോ? അതൊന്നും ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്നാണോ? ദീനുള്ള കുടുംബത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. എന്നിട്ട് മക്കൾ വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാവണം, ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാകണം. എത്ര വലിപ്പമായാലും ഉമ്മാനെ ചേർത്ത് പിടിക്കണം, വാപ്പാനെ ചേർത്ത് പിടിക്കണം. ഉമ്മ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഉമ്മ, എന്നോട് പറയൂ, ഞാൻ പരിഹരിച്ചു തരാം, എന്നെ കൊണ്ട് കഴിയുന്നത് എന്തും എന്ന. ഉമ്മ ഛർദിക്കാൻ നേരത്ത് പാത്രം തരയുമ്പോ, അനിയൻ പാത്രം തരയുമ്പോ മൂത്ത മോൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ പാത്രം തരികയാണ്, നിങ്ങൾ പ്രശ്നമാക്കണ്ട, ഇതിന്റെ കയ്യിലേക്ക് ഛർദിച്ചോളി എന്നും പറഞ്ഞ് ഹോസ്പിറ്റലിന്റെ ബെഡിൽ നിന്ന് മൂത്ത മോൻ ഇങ്ങനെ കൈ കാണിച്ചു കൊടുത്തപ്പോ ഉമ്മ കയ്യിലേക്ക് അങ്ങ് ഛർദിച്ചു. എന്നിട്ട് ആ കൈ നിറഞ്ഞൊലിച്ചപ്പോ ഓൻ അനിയനോട് പറഞ്ഞു, കിട്ടിയോ പാത്രം? അല്ലേ, എന്നാ കിട്ടിക്കണ കൊണ്ടാ, ഈ കൈ അങ്ങോട്ട് കളയാം എന്ന് പറഞ്ഞിട്ട് അടുത്ത കൈ വീണ്ടും ഉമ്മാക്ക് വേണ്ടി നീട്ടിപ്പിടിക്കുമ്പോ ഉമ്മ പറയും, മോനെ എന്തിനാടാ കൈ കാട്ടിയത്? ഇല്ലമ്മ, നിങ്ങൾ ചെയ്തതിന്റെ ഒരു അംശം പോലും ആവില്ല ഉമ്മ എന്ന് പറയാൻ, അല്ലേ? ആ ഉമ്മയെ ഒന്ന് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ, ആ ഉമ്മയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടോ? ഉപദേശങ്ങൾ കൊടുക്കാറുണ്ടോ? പടച്ചോനെ കുറിച്ച് പറയാറുണ്ടോ? തൗഹീദിനെ കുറിച്ച് പറയാറുണ്ടോ? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തുനിന്ന് വിട പറയുക. ഖുർആൻ പറഞ്ഞ എന്താ അറിയോ? അം കുൻതും ശുഹദാ ഇദ് ഹലറ യഅകൂബൽ മൗത്ത്. യാക്കൂബ് നബി മരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആരെങ്കിലും അവിടെ ഹാജരുണ്ടായിരുന്നോ? എന്നാ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇത് ഖാല ലി ബനീഹി, മക്കളോട് ചോദിച്ച സന്ദർഭം. എന്താ ചോദിച്ചെന്നറിയോ? മക്കളെ, എന്റെ പൈസ എന്താക്കും? എന്റെ സ്ഥലം എന്താക്കും? ആ മൂല ആരെടുക്കും? ഇപ്പുറത്തെ കോർണർ ആരെടുക്കും? ആ ബിൽഡിങ്ങിന്റെ ആ അടിയത്തെ 2 റൂം ആർക്കാ കൊടുക്കുക? അതൊന്നല്ല ചോദ്യം. ചോദ്യം എന്താ? ഇത് ഖാല ലി ബനീഹി, മക്കളോട് ചോദിച്ച സന്ദർഭം. എന്താ ചോദിച്ചത്? മാ തഅബുദൂന മിൻ ബഅദി, മാ തഅബുദൂന മിൻ ബഅദി, എന്റെ കാലശേഷം മക്കളെ നിങ്ങൾ ആരെയായിരിക്കും ആരാധിക്കുക? നിങ്ങളുടെ ഇബാദത്ത് എങ്ങനെയായിരിക്കും? ഖാലു, മക്കൾ പറഞ്ഞു, നഅബുദു ഇലാഹക് വ ഇലാഹ അബായിക് ഇബ്രാഹിം വ ഇസ്മാഈൽ വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ. ബാപ്പാ, ഈ വിഷയത്തിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. ഞങ്ങളിതാ മക്കളെല്ലാരും ഒന്നിച്ചു പറയുന്നു, ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, ഇസ്ഹാഖ് നബിയുടെ ഏകനായ റബ്ബാരാണോ? നിങ്ങളുടെ എല്ലാവരുടെയും ഇലാഹാരാണോ?
ആ ഏകനായ റബ്ബിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. വനഹ്നു ലഹു മുസ്ലിമൂൻ, അവന് കീഴ്പ്പെട്ടവരായി ഞങ്ങൾ ജീവിക്കും, അതിൽ വാപ്പ പേടിക്കണ്ടാന്ന്. അങ്ങനെ നമ്മളെ മക്കള് പറയോ? 4 മക്കളുണ്ട്. ഒന്ന് ചോദിക്കുങ്ങള്, മക്കളെ നിങ്ങളൊക്കെ മദ്രസയിൽ ഉഷാറായി പഠിച്ചോല, പക്ഷെ 4 ആളും ജമാഅത്തിന് കാണില്ലല്ലോ, തൗഹീദിന്റെ ദഅവത്ത് രംഗത്ത് കാണില്ലല്ലോ. നിങ്ങൾ ഡോക്ടറായി, എഞ്ചിനീയറായി, ബിസിനസ്സുകാരനായി, കച്ചവടക്കാരനായി, ദിവസങ്ങൾ 1000 വരുമാനമുള്ളവരായി, 10,000 വരുമാനമുള്ളവരായി. മോനെ, ആരടി മണ്ണിലേക്ക് നിന്നെ കൊണ്ടുപോകുമ്പോ ഏറ്റവും വലിയ പണക്കാരനും പാവപ്പെട്ടവനും 3 തുണി പൊതിഞ്ഞ് പുഴിക്കൽക്ക് വെച്ചു കൊടുക്കുമ്പോ ആരുമുണ്ടാകില്ല മോനെ നിന്റെ കൂടെ എന്ന് പറയാൻ വാപ്പക്കും ഉമ്മക്കും സമയമുണ്ടെങ്കിൽ ആ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഇല്ലെങ്കിൽ നമ്മുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്ന ഓർമ്മ നമുക്കുണ്ടാവണം. ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് നമ്മുടെ അടിമയല്ല. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് നമ്മുടെ അടിമയല്ല, നമ്മുടെ വീട്ടുജോലിക്കായി കൊണ്ടുവന്ന ഒരു പെണ്ണല്ല. അതൊക്കെ അവൾ കണ്ടറിഞ്ഞ് ഉമ്മാനെ സഹായിക്കുന്നു, വാപ്പാനെ സഹായിക്കുന്നു, അതൊക്കെ ചെയ്യണം. പക്ഷേ ആവശ്യമില്ലാത്ത വിലങ്ങുകൾ, ആവശ്യമില്ലാത്ത നിർബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഭർത്താവ് പറയാണ് നീ പൊയ്ക്കോ, ഒന്ന് മേലാറ്റൂര് പൊയ്ക്കോ, ഭർത്താവിന്റെ കൂടെ പോവാൻ. എന്നാൽ ഭർത്താവ് സമ്മതിച്ചാ പോരാ, വാപ്പിയും സമ്മതിക്കണം, ഉമ്മയും സമ്മതിക്കണം. അതൊക്കെയാണ് ദീൻ എന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ട്. അങ്ങനെയല്ല. സത്യത്തിൽ അവന് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണാണ്. അവന്റെ സമ്മതപ്രകാരം അവനൊന്ന് പുറത്തിറങ്ങാം, അവന്റെ കൂടെ യാത്ര ചെയ്യാം, ഇന്നത്തെ ഒരു ഭക്ഷണം വീട്ടിൽ വേണ്ട, ഒന്ന് പുറത്താക്കാനൊക്കെ തീരുമാനിക്കാം. അതിനൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വാശി പിടിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടില്ല എന്ന രൂപത്തിൽ ആവശ്യമില്ലാത്ത കുശുമ്പും വാശിയും ഒക്കെ ഒഴിവാക്കണം. നിങ്ങളും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുമ്പോ നിങ്ങളും ആ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവന്ന ഒരു പെണ്ണാണ്. നിങ്ങളോടങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ, നിങ്ങളോടങ്ങനെ സംസാരിച്ചിരുന്നെങ്കിലോ എന്ന് ചിന്തിക്കണം. മോള് വരുമ്പോ വേറൊരു സ്വഭാവം, മരോള് വരുമ്പോ വേറൊരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. ഓളും പെണ്ണ, നിങ്ങളെ മോളും പെണ്ണ, ആ ബോധം ഉണ്ടാവണം കേട്ടോ. മോളോട് വേറെ സ്വഭാവം, മരോളോട് വേറെ സ്വഭാവം. മോക്ക് 4 ദിവസം വിരുന്ന് വന്നാൽ 4 ദിവസം ഉറങ്ങാ, മോളൊരു അരമണിക്കൂർ അധികം, മരോള് അരമണിക്കൂർ അധികം ഉറങ്ങിയാൽ കുറുമ്പ് തുടങ്ങി, കുശുമ്പ് തുടങ്ങി. ഞാൻ പോവാട്ടമ്മ എന്ന് പറഞ്ഞാൽ നേരെ മറുപടി പറയില്ല, മൂളേ ഉള്ളൂ, നേരെ പറയില്ല, അപ്പോഴേക്കും കുശുമ്പ് കയറി. ഇങ്ങനെയല്ല. മരുമോളും മോളുമൊക്കെ നമ്മുടെ മക്കളാണ്. അതങ്ങനെ തന്നെ കാണാൻ ഒരു ഉമ്മക്ക് കഴിയണം. ഇപ്പോഴാ നല്ല ദീനുള്ള ഉമ്മയാവുക, ഇപ്പോഴാ ദീനുള്ള വാപ്പയാവുക. നല്ല ആവശ്യമില്ലാത്ത കുറേ വിലങ്ങുകളൊന്നും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവര് രണ്ടുപേരും ജീവിക്കട്ടെ. അവർക്ക് ഇപ്പോഴല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മള് 40-ലും 45-ലും 50-ലും 55-ലും 60-ലും എത്തി. നമ്മുടെ കല്യാണ സമയത്ത് ഇത്ര സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോവാൻ ബൈക്ക് നമ്മളെ വീട്ടിലുണ്ടായിരുന്നില്ല, ഇങ്ങനെ പോവാൻ കാറ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മോനും മരോളും പോണീന് ഞങ്ങൾ പോയിട്ടില്ല എന്നുള്ള കുശുമ്പ് പറ്റൂല. അവര് പോകട്ടെ, യാത്ര ചെയ്യട്ടെ, ഇറങ്ങട്ടെ, സഞ്ചരിക്കട്ടെ. അവരോട് പ്രാർത്ഥിക്കാൻ പറയൂ. അവരുടെ കൂടെ നിങ്ങളും അവർ വിളിക്കുന്ന സ്ഥലത്തേക്ക് സന്തോഷത്തോടു കൂടി പോവണം. അതാണ് വേണ്ടത്. ഞാൻ ആ സൂചന മാത്രമാണ് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആവശ്യമില്ലാത്ത തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ കുടുംബങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. മക്കളോട് ഞാൻ ഉമ്മയെ എങ്ങനെ കാണണമെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, വാപ്പയെ എങ്ങനെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ കല്യാണത്തിന് മുമ്പ് ഒരു കടലമിഠായിയാണ് നമ്മുടെ വാപ്പാക്ക് കൊണ്ടുവന്ന് കൊടുത്തതെങ്കിൽ കല്യാണം കഴിച്ചത് കൊണ്ട് വാപ്പാക്ക് കിട്ടുന്ന ഒരു കടലമിഠായി മുടങ്ങാൻ പാടില്ല. ആ വാപ്പാക്കുള്ള സന്തോഷം ഒരു ചെറിയ മിഠായിയിലാണെങ്കിൽ അത് കൊടുക്കാൻ നമ്മൾ മറക്കരുത്. പക്ഷെ വാപ്പയും ഉമ്മയും ഈ കൊണ്ടുവന്ന മരുമോളെ ഞാനൊരു ജയിലിലിട്ട് ഭരിക്കുന്നത് പോലെ ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നത് ഇസ്ലാം അല്ല എന്ന് ഗൗരവപൂർവ്വം മനസ്സിലാക്കുക. റബ്ബ് നല്ല കുടുംബമായി ജീവിക്കാൻ, കുടുംബത്തിന്റെ സന്തോഷം പങ്കിടുന്ന ആളുകളായി മാറാൻ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നുവെങ്കിൽ ആ കുടുംബത്തിലെ ഏറ്റവും സന്തോഷമുള്ളവരായി മാറാൻ, ചെറിയ തർക്കങ്ങൾ, ചെറിയ വാശികളൊക്കെ ഉണ്ടായതിന്റെ പേരിൽ മിണ്ടണില്ല. ആര്? ഭർത്താവ് ഭാര്യയോട് മിണ്ടണില്ല, ഭാര്യ ഭർത്താവിനോട് മിണ്ടണില്ല, മക്കൾ ഉമ്മാനോട് മിണ്ടണില്ല, ബാപ്പാനോട് മിണ്ടണില്ല. അങ്ങനത്തെ വീടുണ്ട്. മക്കളെ മിണ്ടണില്ല അമ്മാനോട്, ബാപ്പാനോട്. എന്നിട്ട് പെട്ടെന്ന് ഉമ്മ മരിച്ചു. ആ അമ്മാന്റെ മരണം അറിഞ്ഞിട്ട് അപ്പുറത്ത് താമസിക്കുന്ന മൂത്ത മോൻ വരിക, എന്നിട്ട് കരയണ്, എന്റെ ഉമ്മാനോട് ഞാൻ 4 ദിവസമായിട്ട് തെറ്റിയിട്ടുണ്ട്, ഒന്ന് മിണ്ടാൻ ചാൻസ് കിട്ടിയില്ല. ഇനി കരഞ്ഞിട്ട് എന്താടോ കാര്യം? ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ ഉമ്മ 6 അടി മണ്ണിലേക്ക് പോവുകയാണ്. ഒന്ന് കൈപിടിച്ച് മാപ്പ് ചോദിക്കാൻ ഉമ്മ പുറത്തുണ്ടോ? ഒന്ന് കൈപിടിച്ച് മാപ്പ് ചോദിക്കാൻ വാപ്പ പുറത്തുണ്ടോ? ഉണ്ടോ? ഭാര്യയും ഭർത്താവും ചെറിയ കാരണങ്ങൾ പറഞ്ഞ് തെറ്റി നിൽക്കുമ്പോ
പെട്ടെന്ന് ഭാര്യ മരിച്ചാൽ ഭർത്താവ് പറയും കൂട്ടുകാരോട്, നല്ലൊരു പെണ്ണായിരുന്നു അവള്, ചെറിയൊരു വിഷയത്തിലാണ് ഞങ്ങൾ തെറ്റിയത്, ഒന്ന് സാരല്ല എന്ന് പറയാൻ ചാൻസ് തന്നില്ലല്ലോ എന്റെ റബ്ബ് എനിക്ക് എന്ന് ഒരാണ് ചിന്തിക്കുമ്പോ എന്റെ പാവപ്പെട്ട കാനോട് സാരല്ലട്ടോ, ഞാൻ ഭാഷയ്ക്ക് പറഞ്ഞു പോയതാണ്, അങ്ങനെ ഒരു ദേഷ്യം വന്നപ്പോ പറഞ്ഞു പോയതാണ് എന്ന് ഒന്ന് കൈപിടിച്ച് ഒന്ന് ചേർത്ത് പിടിച്ച് പറയാൻ അവസരമില്ലാതെ കയ്യും കാലും നീട്ടി താടി കെട്ടി മയ്യത്തായി നിന്റെ മുമ്പിൽ വെക്കുമ്പോ ഖേദിച്ചിട്ടെന്താ കാര്യം? ഖേദിച്ചിട്ടെന്താ കാര്യം? അപ്പോൾ ഒരാൾ ഖബറില, ഒരാൾ പുറത്താ. അതുകൊണ്ട് ഏത് നിമിഷവും തിരിച്ചു വിളിക്കാം ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്. അതിനു മുമ്പ് പിണക്കം തീർത്ത് ഇണക്കമാക്കണം, പിണക്കം തീർത്ത് ഇണക്കമാക്കണം. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുട്ടുകുടുംബ ബന്ധുമിത്രാദികൾ ഹോസ്പിറ്റലിലുണ്ട്. അള്ളാഹുവേ, സർവശക്തനായ അള്ളാഹ് അവർക്ക് നീ ശിഫ നൽകണേ. അള്ളാഹ്, ലോകത്തിന്റെ ഏത് കോണിൽ വെച്ചാണ് ഞങ്ങളുടെ മരണമെന്നറിയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ. അള്ളാഹ്,